എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ലാലേട്ടൻ പൊതുജനങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. ഇന്ന് ഒരാൾ കൂടി ഈ വീടിനോട് യാത്ര പറഞ്ഞു പോകും. നിങ്ങളുടെ പിന്തുണ വളരെ നിർണായകമാണ്. അർഹിക്കുന്ന മത്സരാർത്ഥികൾക്കായി മാത്രം നിങ്ങളുടെ വോട്ടുകൾ നൽകി. ഇതിപ്പം എല്ലാ എപ്പിസോഡിലും ലാലേട്ടൻ വന്ന് പറയേണ്ട അവസ്ഥയാണ്. ആര്യൻ പുറത്തായപ്പോൾ ആര്യനെ നോക്കിയിട്ട് ലാലേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. വെൽ പ്ലേഡ് മാൻ. വളരെ നന്നായിട്ട് ആര്യൻ കളിച്ചു. എന്ത് പറ്റി? ബിഗ് ബോസിന്ന് ഈ സീസണിൽ 13 മത്സരാർത്ഥി പോയി. 13 മത്സരാർത്ഥികൾ ഔട്ടായി. എന്നിട്ട് ലാലേട്ടൻ ഒരാളെ പറ്റിയിട്ടും ഈ ഡയലോഗ് അടിച്ചിട്ടില്ല. ടിക്കറ്റ് ഫിനാലയിൽ ആര്യൻ കളിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ ഒരാൾ പോലും ആര്യനെ അഭിനന്ദിക്കാതിരിക്കില്ല. എന്തായാലും ആര്യൻ ഔട്ടായതിൻ്റെ പിന്നാലെ ബിഗ് ബോസിൽ നിന്നും ഔട്ടായ മറ്റൊരു മത്സരാർത്ഥി മസ്താനി പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മസ്താനിക്ക് എന്താ പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം. ഇതുവരെ ഒരു എവിക്ഷനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. ബട്ട് ഐ ഹാവ് ടു സീ ദിസ് അബൌട്ട് ആര്യൻസ് എവിക്ഷൻ. ഇറ്റ് വാസ് ക്ലിയർലി ആൻ അൺഫെയർ എവിക്ഷൻ. അത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആസ് എ ഗെയിമർ ആര്യൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമറായിരുന്നു. അവിടെയുള്ള എല്ലാ ആളുകൾക്കും കോമ്പറ്റീഷൻ കൊടുത്തിരുന്ന ഒരു ഗെയിമറാണ്. ആൻഡ് ടോപ്പ് 5 എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് ഇരുന്ന ഒരു ഗെയിമറാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഈ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ എവിക്ട് ആകണമെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും ഓൾറെഡി മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഓൾസോ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഫീൽ ചെയ്ത രണ്ടാമത്തെ കാര്യം, നെവിന് പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു പണിഷ്മെന്റ് ആണ്. ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത ആൾക്കാർ അതിനകത്തുണ്ട്. ആ തെറ്റുകൾ ലൈവിലും എപ്പിസോഡിലും മുക്കിയിട്ടും ജയിൽ നോമിനേഷനിൽ പുറത്തു വന്ന സിനാരിയോസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്ത പണിഷ്മെന്റ് നെവിന് കൊടുത്തതിനോടും എനിക്ക് പേഴ്സണലി എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതും അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇറ്റ്സ് വെരി ഒബ്വിയസ് ദാറ്റ് നെവിൻ ആ മണി ബോക്സ് എടുക്കുന്നു. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബട്ട് ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് എനിക്കിത് പറയണം എന്ന് തോന്നി. എസ്പെഷ്യലി അബൌട്ട് ആര്യൻ സെലക്ഷൻ. ആര്യൻ ടോപ്പ് 5 വരാൻ വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമർ ആയിരുന്നു. ആസ് എ ഗെയിമർ അതിനുള്ളിൽ നിൽക്കാൻ എന്തുകൊണ്ടും അനുയോജ്യനായിട്ടുള്ള ഒരാളായിരുന്നു ആര്യൻ. ആര്യനേക്കാൾ മുന്നേ എവിക്റ്റായി പോകേണ്ട പല ആളുകളും അതിൻ്റെ അകത്ത് നിന്നിട്ടും ആര്യൻ എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ക്ലിയർലി ബിക്കോസ് ഓഫ് PR സ്റ്റണ്ട്. ദയവേത് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും PR സ്റ്റണ്ടിൽ നിങ്ങൾ വീടരുത്. നിങ്ങൾക്ക് നല്ലൊരു വിന്നർ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ബുദ്ധിപൂർവ്വം വോട്ടിങ്ങിന് യൂസ് ചെയ്താൽ നല്ലൊരു വിന്നറിന് കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും PR ബേബി കപ്പെടുക്കും. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. താങ്ക് യു സോ മച്ച്. ബൈ. ഇപ്പോഴെങ്കിലും നല്ലൊരു കാര്യം മസ്താനിൻ്റെ വായിന്ന് വന്നല്ലോ. ഇവിടെ മസ്താനി 2 കാര്യമാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം ആര്യൻ്റെ അൺഫെയർ എവിക്ഷൻ, രണ്ടാമത്തെ കാര്യം നെവിൻക്ക് കൊടുത്ത പണിഷ്മെന്റ്. ഇതിൽ രണ്ടാമത്തെ കാര്യത്തിന് ഞാൻ അവസാനം വരാം. ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥിയാണ് മസ്താനി. എന്നിട്ട് മസ്താനി വരെ പറയുന്നു ആര്യൻ പുറത്തായത് അൺഫെയർ ആണെന്ന്. ആര്യൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തായല്ലോ. ആര്യന് എയർപോർട്ടിൽ നിന്ന് കിട്ടിയ സ്വീകരണം ഒന്ന് നോക്കി നോക്കാം. എന്തായാലും 83ാമത്തെ ദിവസം പുറത്തായതെന്താ? ജനം ഇരു കൈ കിട്ടി സ്വീകരിച്ചില്ലേ? അത് മതി. എന്തായാലും എപ്പിസോഡിൽ മറ്റൊരു കാര്യം നടന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. വന്നിരിക്കുന്ന ഒരാളാണ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ നോമിനേഷനിൽ നിന്ന് 5 വന്നാൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് കിട്ടില്ല. ഓക്കെ, പൈസ എടുത്തുകൊണ്ട് പോകാനുള്ള ബെനിഫിറ്റ് ഞാൻ
സംഭവം ശരിയാണ്, നെവിന് ഒരുപാട് ഉളത്തരം കാണിച്ചിട്ടുണ്ട്. പറഞ്ഞു വരാണെങ്കിൽ ബിഗ് ബോസിൽ 19 ദിവസം പിടിച്ചു നിന്ന മത്സരാർത്ഥിയാണ് നെവിന്. പ്രത്യേകിച്ച് ജിസേലിനും ആര്യനും പറ്റിയിട്ട് അനുമോള് സദാചാരം പറഞ്ഞതിന് ഡയറക്റ്റ് നോമിനേഷനിൽ ഒതുക്കി. ഇപ്പം ഈ നെവിൻ്റെ കേസ് വന്നപ്പോഴോ മണിണ്ട ബോട്ട്സിലെ ടാസ്കിൽ പൈസ എടുക്കാനുള്ള അവസരം നിഷേധിച്ച്. അത് ഭയങ്കര മോശമായി പോയി. ഉള്ളത് പറയാലോ, ഇതിപ്പോൾ എന്തായാലും ആതിര മണി ബോട്ട്സ് എടുക്കും. നൂറ് എന്തായാലും ടോപ്പ് 5 ഉണ്ടല്ലോ. എന്തായാലും ആ പൈസ ആതിരക്കും നൂറക്കും ഉള്ളതല്ലേ. രണ്ടാളും ഒരു വീട്ടുകാർ. അങ്ങനെ വരുള്ളൂ, അങ്ങനെ വരാൻ സാധ്യത ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാബുമോൻ പെട്ടി എടുത്തിട്ട് ഇറങ്ങണം, മണിന്ത ബോട്ട്സ് എടുത്തിട്ട് ഇറങ്ങണം. അടിപൊളിയാവും.